വീണ്ടും കാണാകഥകളാണ് പുറത്തു വരുന്നത്. മലപ്പുറത്തു നിന്നാണ് ഇപ്രാവശ്യം ഒരു വാർത്ത പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം വിവാഹം നടക്കാനിരിക്കവേ മലപ്പുറം പള്ളിപ്പുറത്തു നിന്നും കാണാതായ പ്രതിശ്രുത വരൻ വിഷ്ണുജിത്ത് എവിടെ എന്നതിലാണ് ആർക്കും ഒരു വിവരവുമില്ലാത്തത്. എന്നാൽ വിഷ്ണുജിത്തിനെ കുറിച്ചൊരു നിർണായക വിവരം ലഭിച്ചിരിക്കുന്നു. വിഷ്ണുജിത്ത് ഊട്ടിയിൽ ഉണ്ട് എന്ന സൂചന ലഭിച്ചു. വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായിട്ടുണ്ട്. ഊട്ടിയിലെ കുനൂരിലാണ് ലൊക്കേഷൻ കാണിക്കുന്നത്. വിഷ്ണുജിത്തിനെ കാണാതായിട്ട് ഇന്നേക്ക് 6 ദിവസമാകുന്നു. വിഷ്ണുജിത്തിന്റെ ഫോൺ ഓണായതോടെ വലിയ പ്രതീക്ഷയാണ് കുടുംബത്തിന് നൽകുന്നത്. വിഷ്ണുജിത്തിന് സാമ്പത്തികമായോ മറ്റു പ്രശ്നങ്ങളോ ഉള്ളതായി വീട്ടുകാർക്കോ സുഹൃത്തുക്കൾക്കോ അറിയില്ല. തന്റെ സഹോദരനെ ആരോ തട്ടിക്കൊണ്ടുപോയി എന്നാണ് വിഷ്ണുജിത്തിന്റെ സഹോദരി ജസ്ന പറയുന്നത്. ഇപ്പോൾ വിഷ്ണുവിന് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടായതായി പുറത്തു വരുന്ന റിപ്പോർട്ടിൽ പറയുന്നു. അവസാനം വിളിച്ച ഒരു സുഹൃത്തിനോട് പറഞ്ഞത് എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, അത് തീർത്തിട്ട് വരാമെന്നാണ്. ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, അത് കൊടുത്തു തീർത്തില്ലെങ്കിൽ സീനാണ് എന്നാണ് സുഹൃത്തിനോട് വിളിച്ചു പറഞ്ഞത്. പണം കൊടുക്കാനെത്തിയപ്പോൾ അവനെ പിടിച്ചു വെച്ചിരിക്കുകയായിരിക്കുമെന്നാണ് സഹോദരി ജസ്ന ഊഹിക്കുന്നത്. വിഷ്ണുജിത്തിന്റെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് വീട്ടിൽ ആർക്കും അറിവുണ്ടായിരുന്നില്ല. മകൻ ഇപ്പോൾ വരും, വൈകിട്ട് വരും, നാളെ വരും എന്ന പ്രതീക്ഷയിലായിരുന്നു. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തോ, അബദ്ധത്തിൽപ്പെട്ടോ എന്നതറിയില്ല. പണം കയ്യിലുണ്ടെന്ന് സുഹൃത്ത് പറഞ്ഞാണ് അറിയുന്നത്. സാമ്പത്തികമായി വിഷ്ണുജിത്തിന് കമ്പനിയിൽ ഒരു ബാധ്യതയുമില്ല എന്നാണ് ഞങ്ങളുടെ അന്വേഷണത്തിൽ അറിയാൻ കഴിഞ്ഞത് എന്നാണ് അമ്മ പറയുന്നത്. പിന്നെ എവിടുന്നാണ് ഇവൻ ഈ കാശിന്റെ കാര്യം പറഞ്ഞതെന്നും അറിയില്ല. എവിടെയെങ്കിലും പെട്ടുപോയതാണ് എന്ന് തന്നെ എല്ലാ ബന്ധുക്കളും വിശ്വസിക്കുന്നു. അതിനിടയിൽ തന്നെ 4-ാം തീയതി വിഷ്ണു പാലക്കാട് ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ് കയറുന്നത് CCTVയിൽ ദൃശ്യം പുറത്തു വന്നിട്ടുണ്ട്. കോയമ്പത്തൂരിലേക്ക് പോയിട്ടുണ്ടെന്നാണ് പോലീസിന് വിവരം ലഭിക്കുന്നത്. എന്തായാലും വിഷ്ണുജിത്തിന്റെ യാത്ര അവന്റെ അറിവോടെ മനഃപൂർവ്വമുള്ള ഒരു യാത്ര എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് എത്തിയിരിക്കുന്ന നിഗമനം. വിഷ്ണുജിത്തിന് മറ്റ് അപായങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നുള്ളത് കുടുംബത്തിന് വലിയൊരു ആശ്വാസം തന്നെയാണ് നൽകുന്നത്. പക്ഷേ വിഷ്ണുജിത്ത് അവൻ നിൽക്കുന്ന ഇടങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറി മാറി പോയിക്കൊണ്ടിരിക്കുന്നു. ഇന്നലെയൊക്കെ വിഷ്ണുജിത്ത് കോയമ്പത്തൂരിലെത്തി എന്നുള്ളതിന് പോലീസിന് കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചിരുന്നു. ഒരുപക്ഷെ ഇന്നലെ വൈകുന്നേരത്തിനകം തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്താനാകുമെന്നായിരുന്നു പോലീസിന്റെ പ്രതീക്ഷ. കോയമ്പത്തൂരിൽ വിഷ്ണുജിത്ത് ഉണ്ട് എന്നുള്ള വാർത്തകൾ വന്നതോടെ തന്നെ വിഷ്ണുജിത്ത് അവിടെ നിന്നും മാറിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പിന്നീട് വിഷ്ണുജിത്ത് മേട്ടുപാളയത്തിലേക്ക് പോയി. അതിനുശേഷമാണ് ഇപ്പോൾ ഊട്ടിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഊട്ടിയിലെ കൂനലിൽ വെച്ചാണ് ഇപ്പോൾ അവസാനമായി ഒരു തവണ വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഫോൺ ഓണാവുകയും പിന്നീട് വിഷ്ണുജിത്തിന്റെ മൊബൈൽ ഓഫ് ചെയ്യുകയും ചെയ്തു. ഈ സമയങ്ങളിൽ വിഷ്ണുജിത്തിന് വരുന്ന മൊബൈൽ ഫോൺ കോളുകൾ അത് മറ്റു ഫോണുകളിലേക്ക് അല്ലെങ്കിൽ മറ്റു നമ്പറുകളിലേക്ക് ഡൈവേർട്ട് ചെയ്തു വെച്ചിരിക്കുകയാണെന്ന് പോലീസ് പറയുന്നു. എന്തായാലും വൈകാതെ തന്നെ വിഷ്ണുവിനെ കണ്ടെത്താനാകുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം ഒരു 10 അംഗ സംഘത്തെ പുതുതായി നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറം DYSPയുടെ നേതൃത്വത്തിലാണ് ഈ സംഘം പ്രവർത്തിക്കുന്നത്. ഒരേ സമയം 2 ടീമുകളായി തിരിഞ്ഞുകൊണ്ടുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു വിഷ്ണുവിനെ കിട്ടിയിരുന്നെങ്കിൽ പോലും അത് മറ്റൊരു കേസിലെ പ്രതിയായ വിഷ്ണു ആയിരുന്നു എന്നുള്ള ഒരു രസകരമായ സംഭവം അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകുന്നേരത്തിനുള്ളിൽ തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്തുമെന്നാണ് പോലീസിന്റെ പ്രതീക്ഷ. പക്ഷേ വിഷ്ണുജിത്ത് ഓരോ സ്ഥലങ്ങളിൽ നിന്നും മറ്റിടങ്ങളിലേക്ക് മാറിപ്പോകുന്നതാണ് ഇപ്പോൾ പോലീസിന് മുമ്പിലുള്ള പ്രധാന വെല്ലുവിളി. കഴിഞ്ഞ ദിവസമായിരുന്നു മലപ്പുറം പള്ളിപ്പുറം സ്വദേശിയായ വിഷ്ണുജിത്തിന്റെ വിവാഹം മഞ്ചേരി സ്വദേശിനിയായ യുവതിയുമായി നടക്കേണ്ടിയിരുന്നത്. ഇവർ വർഷങ്ങളായി സുഹൃത്തുക്കളായിരുന്നു. ഏകദേശം 6 വർഷത്തോളമുള്ള പ്രണയമായിരുന്നു എന്നുകൂടി പറയാം. പാലക്കാട് കാഞ്ചിക്കോട് ഐസ്ക്രീം കമ്പനിയിൽ ജോലിക്കാരനാണ് വിഷ്ണുജിത്ത്. ഉടൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞാണ് വിഷ്ണുജിത്ത് പാലക്കാട്ടേക്ക് പോയത്. ഇപ്പോൾ ഊട്ടിയിലെ കുനൂരിലാണ് വിഷ്ണുജിത്തിന്റെ ഫോണിൽ ഓണായതിന്റെ അവസാന ലൊക്കേഷൻ കാണിക്കുന്നത്. അതിനെ കേന്ദ്രീകരിച്ചായിരിക്കും ഇനി അന്വേഷണം നടത്തുക. ഇന്ന് തന്നെ വിഷ്ണുജിത്തിനെ കണ്ടെത്തുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. പുതിയ ചാനൽ അപ്ഡേറ്റിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.